നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്യാണ തിരക്കിൽ ഗുരുവായൂർ. ഞായറാഴ്ച നടന്നത് 250ഓളം വിവാഹങ്ങൾ. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം. കൈപ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇടിച്ചു. പരിക്കേറ്റത് ഈരാറ്റുപേട്ട സ്വദേശികൾക്ക്. നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് അധ്യാപകർക്കാണെന്ന് പി മമ്മിക്കുട്ടി MLA. പുനത്ര GVHSSൽ ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ തിരക്ക്. 245ലേറെ വിവാഹങ്ങളാണ് ഞായറാഴ്ച നടന്നത്. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 250ഓളം വിവാഹങ്ങളാണ് ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര നടക്കൽ നടന്നത്. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വഴിയൊരുക്കി. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. 5 മണ്ഡപങ്ങളിലായാണ് താലികെട്ടുകൾ നടന്നത്. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്ര കോയ്മക്കാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിച്ചിരുന്നു. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കി. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. ഞായറാഴ്ച ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ നിർത്തിയിട്ട ലോറി പിറകിലിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശികളായ റഷീദ്, മുഹമ്മദ് അറഫാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അഹ്മല ആശുപത്രിയിൽ എത്തിച്ചു. കൈപ്പറമ്പ് സൊസൈറ്റിക്ക് സമീപമായിരുന്നു അപകടം. കോട്ടായിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുങ്കുളങ്ങര കിഴക്കേക്കര വീട്ടിൽ 70 വയസ്സുള്ള പ്രകാശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ വീട്ടിൽ തനിച്ചാണ് താമസം. അവിവാഹിതനാണ്. കോട്ടായി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂനത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നാടിനെ നേർവഴിക്ക് നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്ന് MLA പറഞ്ഞു. വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് 100ാം വാർഷികത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. ആ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഏതായാലും അടുത്ത മാസത്തോടുകൂടിയില്ലേ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഈ വിദ്യാലയത്തെ 100 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരത്തെ മുന്നിൽ നിന്ന് സഞ്ചരിച്ചവർ, നയിച്ചവർ, പിന്നീട് അത് ഏറ്റെടുത്തവർ, ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നവർ ഈ വിദ്യാലയത്തെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭവും അക്കാദമിക് തലത്തിലും അല്ലാത്ത തലത്തിലുള്ള മികവുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾക്ക് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികാസത്തിനും അതുപോലെ തന്നെ അക്കാദമിക് തലത്തിലുള്ള അഭിവൃദ്ധിക്കും ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, ഹരിശ്രീ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന കാലത്ത് ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നതാണ്. അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് കൂനത്തറ ഗവൺമെന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗതി ചെറിയൊരു പങ്ക് വഹിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം A. സിന്ധുമോൾ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് DP നിർമ്മല സ്വാഗതം പറഞ്ഞു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗംഗാധരൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ലക്ഷ്മി, വാർഡ് മെമ്പർമാരായ K. സംഗീത, PT ജയന്തി, PTA പ്രസിഡന്റ് E. രാജഗോപാൽ, SMC ചെയർമാൻ K. വേലുക്കുട്ടി, പ്രിൻസിപ്പാൾ ജിനേഷ് കുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, OSA പ്രസിഡന്റ് KP ബാലൻ, സെക്രട്ടറി P. സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി P. ജിഷ എന്നിവർ പ്രസംഗിച്ചു. പൂർവാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു. പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെയും പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബിന്റെയും പാലക്കാട് പാലന ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉണ്ണി B. തോമസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി മാസ് ജിംനേഷ്യം പ്രതിനിധികളായ മനീഷ്, സുധീഷ്,
റോട്ടറി ക്ലബ്ബ് ഭാരവാഹി മുത്തുകുമാർ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി MS ബൈജു സ്വാഗതം പറഞ്ഞു. രക്തം ദാനം ചെയ്യാൻ നിരവധി പേർ എത്തിയിരുന്നു. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഷെയറിംഗ് ചെയ്യാനായിട്ട് തയ്യാറായി കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, മഹാദാനം എന്നാണ് പറയുന്നത്, രക്തദാനം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുശ്ശേരി ഏരിയ കൺവെൻഷൻ VSSS ഓഡിറ്റോറിയത്തിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി V കലാധരൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. ഒരു അപേക്ഷ ഏത് ദിവസവും ഏത് നേരത്തും 5 മണി വരെ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാൻ സാവകാശം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് പുറമെ രാത്രി 10 മണി വരെ സംഘടന വരെ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ രാത്രി 10 മണി വരെ എന്നെ വിളിച്ച് ചോദിക്കാനുള്ള പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ഒരു സാധാ മെമ്പർ ആയിക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട. AKTA ഏരിയ പ്രസിഡന്റ് K മണി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K ഗീത പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം PV ഐസക് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ B ലീലാകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. K വസന്തകുമാരി, S ശാന്തകുമാരി, V ഉമ, M അറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ 34ാം വാർഷിക സമ്മേളനം ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. KSSPU ഷൊർണൂർ ഏരിയ വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് ചേർന്നു. ഏരിയ പ്രസിഡന്റ് TM സരസ്വതി പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ അറിവുകളും അവരുടെ പരിചയവും അനുഭവ സമ്പത്തുമെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടുപോയി. ഒരു ഈ കുറച്ചു കാലത്തോളം സംഘടനയിലെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് അംഗങ്ങൾ പരാതി ഉണ്ടെങ്കിലല്ല ഉണ്ട്. പക്ഷെ മറിച്ച് കിട്ടിയ കാലഘട്ടങ്ങൾ മറന്നു പോകരുത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മൾ വന്ന വഴി മറന്നു പോകരുത് എന്ന്. 2017 ഓഖിയുടെ കാലമായിരുന്നു. 2018-19 പ്രളയം, 2020-21 കാലഘട്ടങ്ങളിൽ COVID-19 കാലഘട്ടങ്ങളായിരുന്നു. ഏരിയ പ്രസിഡന്റ് TM സരസ്വതി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ VK രാമേന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, ES കൃഷ്ണൻ, പ്രൊഫസർ EG പൗലോസ്, CN ഭവദാസനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. CV മോഹൻദാസ് അനുസ്മരണം നടത്തി. സെക്രട്ടറി KO ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അശോക് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. VK ശ്രീരാമചന്ദ്രൻ പ്രസിഡന്റായും NP രാജനാരായണൻ, CV മോഹൻദാസ്, PV സരോജിനി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും KO ജോസഫ് സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. P രാജാമണി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കഞ്ചേരിയിൽ നിന്നും കോട്ടായി മങ്കര പത്തിരിപ്പാല വഴി KSRTC ബസ് അനുവദിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹനീഫ തോണിപ്പാടം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് PP സുമോദ് MLAക്ക് നിവേദനം നൽകുമെന്നും ഹനീഫ തോണിപ്പാടം പറഞ്ഞു. നിലവിൽ വടക്കഞ്ചേരിയിൽ നിന്ന് പാലക്കാട് വഴി മണ്ണാർക്കാട്ട് പോകണമെങ്കിൽ 3.5 മണിക്കൂറിലധികം സമയമെടുക്കും. പക്ഷേ ഈ റൂട്ടിലൂടെ വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, കോട്ടായി, പത്തിരിപ്പാല, കോങ്ങാട് വഴി നല്ല റോഡ് നിലവിലുണ്ട്. അപ്പോൾ ഈ റൂട്ടിലൂടെ ഒരു ബസ് അനുവദിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എന്തായാലും വടക്കഞ്ചേരി എത്താനും മണ്ണാർക്കാട് എത്താനും കഴിയും. മാത്രമല്ല വടക്കഞ്ചേരിയിലും മണ്ണാർക്കാട്ടും ധാരാളം മലയോര കർഷകർ വസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആയതിൻ്റെ പേരിൽ ഇതിലെ ഒരു KSRTC അനുവദിക്കണമെന്നാണ് ജനങ്ങളുടെയും എല്ലാ പൊതുജനങ്ങളുടെയും അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്യാണ തിരക്കിൽ ഗുരുവായൂർ. ഞായറാഴ്ച നടന്നത് 250ഓളം വിവാഹങ്ങൾ. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം. കൈപ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇടിച്ചു. പരിക്കേറ്റത് ഈരാറ്റുപേട്ട സ്വദേശികൾക്ക്. നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് അധ്യാപകർക്കാണെന്ന് P മമ്മിക്കുട്ടി MLA. പുനത്ര GVHSSൽ ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.